അല്ല സാറേ, നമ്മൾ ഈ റിപ്പോർട്ടുകളിലുള്ള എല്ലാ കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നതാണോ? പ്രധാനമായിട്ട് 3 കൊളസ്ട്രോൾ ആണ് നമുക്കുള്ളത്. LDL, HDL, ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നതാണ് 3 തരം കൊളസ്ട്രോളാണ്. ഇത് 3ഉം അപകടകാരിയല്ല. LDLനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ അത് ഹൃദയാഘാതം ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ആളുകളിൽ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 55ന്റെ താഴെയും, ആൻജിയോപ്ലാസ്റ്റി ഒന്നും കഴിയാത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാരിൽ അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ 70ന്റെ താഴെയാണ്. പിന്നെ ഉള്ളത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊളസ്ട്രോളാണ്. അതിനെ പറ്റി പറയുകയാണെങ്കിൽ അത് സാധാരണഗതിയിൽ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ അതിൻ്റെ അളവ് 500ന് മുകളിലോ കൂടിക്കഴിഞ്ഞാൽ അത് പാൻക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് അതുണ്ടാകും. പിന്നെയുള്ള കൊളസ്ട്രോളാണ് നമ്മുടെ HDL എന്ന് പറയുന്നത്. അത് നല്ല കൊളസ്ട്രോളാണ്. അത് കൂടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് വെച്ചാൽ അത് കൂടാൻ ഒന്നുകിൽ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ മത്തിയിലട ചാള, ആ മീൻ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ അളവ് വെച്ച് കറി വെച്ച് കഴിക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടാം.